എലൈറ്റ് കേരള പ്രീമിയർ ലീഗ് 2024-2025 സീസണിലെ മാച്ച് നമ്പർ 48 പറപ്പൂർ ഫുട്ബോൾ ക്ലബ് വേഴ്സസ് FC കേരള മത്സരമാണ് തൃശൂർ കുന്നംകുളം ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സാഫിൻ തിരുവനന്തപുരം സ്വദേശിയാണ്, മുൻ റാങ്കോ റോയൽസ് എസ് താരം കൂടിയായിരുന്നു. സാഫിൻ വീണ്ടും അക്കിൻ ഇടത് വിങ്ങിൽ കൂടി ഒരു ക്രോസ് കൊടുക്കാനുള്ള ശ്രമം. നല്ലൊരു ഒന്നാം തരം ക്രോസ് ആണ് പീയൂഷിനെ തേടി വന്നത്. അളന്ന് മുറിച്ചുകൊണ്ടുള്ളൊരു ക്രോസ് ആണ് അവിടെ അഖിൻ നൽകിയത്. പീയൂഷിന് അത് വരയിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നില്ല. നല്ല ഒന്നാം തരം ക്രോസ് തന്നെയായിരുന്നു. നോക്കുക, അത്രയ്ക്ക് ആക്യുറസി ഉണ്ടായിരുന്നു ആ ഒരു ക്രോസിന്. കൃത്യമായി തന്നെ വരയിലേക്ക് എത്തിച്ച് ആദ്യത്തെ ഗോൾ കണ്ടെത്താനുള്ള സുവർണ അവസരമാണ് പീയൂഷ് പാഴാക്കി കളയുന്നത്. FC കേരള താരങ്ങളൊക്കെ പന്ത് പിടിച്ചെടുത്തുകൊണ്ട് മികച്ചൊരു പൊസിഷൻ ഗെയിം പ്ലാൻ ചെയ്യുന്നുണ്ട്. പറപ്പൂർ ഫുട്ബോൾ ക്ലബ്ബ് അതിവേഗം തന്നെ പന്ത് പിടിച്ചെടുത്തുകൊണ്ട് മുന്നേറാനുള്ള ശ്രമം അവിടെ നടത്തുന്നുണ്ട്. പെനാൽറ്റിയിലൂടെ പീയൂഷിന്റെ ചാർജിങ് അവിടെ ഉണ്ടോ എന്നൊരു സംശയം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഫ്രീ കിക്ക് ലഭിക്കുകയാണ്. പെനാൽറ്റി ഏരിയയ്ക്ക് തൊട്ട് മുന്നിലായി നിന്ന് രൂപം റോയ് ഉണ്ടായിരുന്നെങ്കിൽ അത് ഉറപ്പായിട്ടും ഗോളാകാനുള്ള ഒരു സാധ്യത അവിടെ ഉണ്ടായിരുന്നു. അവിടെ സമീപനെയും നമുക്ക് സ്ക്രീനിൽ കാണാം. ആൻഡ് നല്ല ഫേക്കിങ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു പവർഫുൾ ഷോട്ട് എടുത്തുകൊണ്ട് ഒരു കോർണർ കിക്ക് നേടിയെടുക്കുകയാണ്. പന്ത് വലയിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നില്ല. നല്ലൊരു എക്സിക്യൂഷൻ ആയിരുന്നു അവിടെ. ഒരുപാട് ഫേക്കിങ്ങുകൾ നമുക്ക് അവിടെ കാണാൻ സാധിച്ചു. ആരാണ് ആ ഒരു വലത് വിങ്ങിൽ കൂടി നിഹാലിന്റെ മുന്നേറ്റം. നല്ല പന്തടക്കമുള്ള താരം കൂടിയാണ്. സമീപത്തായി സാഫിന് പന്ത് നിയന്ത്രിച്ചു നിർത്താൻ സാധിക്കുന്നില്ല. വീണ്ടും പെനാൽറ്റി ഏരിയകളിൽ ഒരു ഷോട്ട് എടുക്കാനുള്ള ശ്രമം. ഗോൾ നമ്പർ 1 FC കേരള. ജേഴ്സി നമ്പർ 26 ഇബ്രാഹിമിന്റെ ബൂട്ടിൽ നിന്നും വരുന്നു ആദ്യത്തെ ഗോൾ FC കേരളയുടെ മത്സരത്തിന്റെ 42ാമത്തെ മിനിറ്റിൽ. ആ ഒരു സിറ്റുവേഷനോട് കൂടി തന്നെ ആദ്യ പകുതിയുടെ വിസിൽ നൽകുകയാണ് ഇന്നത്തെ മുഖ്യ റഫറി രാജീവ്. മത്സരത്തിന്റെ 42ാമത്തെ മിനിറ്റിൽ ഒരു ഗോൾ നേടിക്കൊണ്ടാണ് FC കേരള ആദ്യ പകുതി സ്വന്തമാക്കുന്നത്. 7 മത്സരത്തിൽ നിന്ന് 10 പോയിന്റ് നേടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കേരള യുണൈറ്റഡ് 7 മത്സരത്തിൽ നിന്ന് 10 പോയിന്റ് നേടിയിട്ടുണ്ട്. പക്ഷെ 6ാം സ്ഥാനത്താണ്. വീണ്ടും FC കേരളയുടെ മുന്നേറ്റം. ആൻഡ് FC കേരള ബ്യൂട്ടിഫുൾ സേവ് അയാന്റെ പേരിൽ കുറിക്കപ്പെടുകയാണ്. സുവർണ അവസരമാണ് FC കേരളയെ സംബന്ധിച്ച് 2ാമത്തെ ഗോൾ നേടാനുള്ളത്. അയാന്റെ പേരിൽ കുറിക്കപ്പെടുന്ന ബ്യൂട്ടിഫുൾ സേവ് ആയി മാറും ഈ മത്സരത്തിൽ. സുവർണ അവസരമാണ് FC കേരളയെ സംബന്ധിച്ച്. അവസാന നിമിഷങ്ങളിലേക്കാണ് കളി പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഫൈനൽ വിസിൽ വന്നിരിക്കുന്നു. എതിരില്ലാത്ത ഒരു ഗോളിന് FC കേരള പറപ്പൂർ ഫുട്ബോൾ ക്ലബിനെ പരാജയപ്പെടുത്തിയിരിക്കുന്നു. 3 പോയിന്റ് സ്വന്തമാക്കിക്കൊണ്ട് കുന്നംകുളം ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ നിന്നും വിടവാങ്ങുകയാണ്